ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ. ഈ മരുവിൻ ചൂടിനാൽ നീ വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ. സ്വന്തം മകനെ ആദരിക്കാതെ നമുക്കു വേണ്ടി ഏൽപ്പിച്ചവൻ നമുക്കു ദോഷം ചെയ്തിടുമോ വാടിപ്പോകാതെ. ഏലിയാവിനു കാക്കയാലെ അപ്പം കൊടുത്ത യേശുനാഥൻ ഇന്നും നമുക്കായി കരുതുന്നതിനാൽ വാടിപ്പോകാതെ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ. മരുഭൂയാത്രയിൽ ഇസ്രായേൽ മക്കൾക്ക് മണ്ണയും വെള്ളവും കൊടുത്ത നാഥൻ ഇന്നും നമുക്കായി ജീവിക്കുന്നതാ വാടിപ്പോകാതെ. ഉറ്റവർ കൈവിട്ട ഹാഗാറിൻ മകന് മരുവിലുറവ തുറന്ന കർത്തൻ നമുക്കും പുതുവഴി തുറന്നു തന്നിടും വാടിപ്പോകാതെ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ മനമേ,
ചൂളമധ്യത്തിൽ എരിഞ്ഞെന്നാലും പടവുലഞ്ഞ് വലഞ്ഞെന്നാലും നാലാമനായവൻ വെളിപ്പെടുമേ വാടിപ്പോകാതെ. കണ്ണുനീരില്ലാത്ത വീടൊരുക്കി തന്റെ മക്കളെ തന്നോട് ചേർക്കുവാൻ എത്രയും വേഗം യേശു വന്നിടും വാടിപ്പോകാതെ. വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. ഈ മരുവിൻ ചൂടിനാൽ നീ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ മനമേ വാടിപ്പോകാതെ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഓരോ വിശ്വാസിയുടെയും പ്രത്യാശ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. അന്നാണ് ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുന്നത്. അവരാണ് ഭാഗ്യശാലികൾ, എന്നാൽ അവർ വിശുദ്ധന്മാരായിരിക്കും. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ കർത്താവ് പാപികളെ തേടി വന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാരെ തേടി വരുന്നു. ഒരു പാപിയെ വിശുദ്ധീകരിക്കുന്നതിന് ആവശ്യമായ സകലതും കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ നിവർത്തിച്ചു കഴിഞ്ഞു. ഇനി വിശുദ്ധന്മാരെ തേടിയാണ് കർത്താവ് രണ്ടാമത് വരുന്നത്. അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതായ സ്വർഗീയ ഭവനത്തിൽ അവരെ എത്തിക്കുവാൻ, അവരോടുകൂടെ ദൈവം വസിക്കുവാൻ, ആ ദൈവികമായ ആ ആഗ്രഹം സഫലമാകുവാൻ, ദൈവ മനുഷ്യരോടുകൂടെയുള്ളതായ സ്വസ്ഥത അനുഭവിക്കുവാൻ, അതിനായി കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരും. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാണ്, അവൻ വിശുദ്ധനായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് വിശുദ്ധിയുടെ ആ അവസ്ഥയിലേക്ക് വരുവാൻ വേണ്ടിയിട്ടാണ് ഈ വചന ശുശ്രൂഷകളെല്ലാം. ദൈവം അതിനാണ് ഇതെല്ലാം ക്രമീകരിക്കുന്നത്. അതിന് ഒരു കാര്യം ശ്രദ്ധിക്കണം: എന്നെയും നിങ്ങളെയും ദൈവം എന്തിനായി സൃഷ്ടിച്ചു? എന്നെയും നിങ്ങളെയും ദൈവം എങ്ങനെ സൃഷ്ടിച്ചു? ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യന് വേണ്ടി ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുള്ള സകലത്തെയും ദൈവം ഉണ്ടാക്കി, മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി. മറക്കരുത്. എന്നാൽ മനുഷ്യനെ ദൈവത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്ന് ഉൽപ്പത്തി 1:26-ലും 27-ലും നാം കാണുന്നു. എന്നാൽ 8-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയും: ദൈവമേ, നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഇന്ന് പരാജയ ഭീതിയോടെ കഴിയുന്ന ഓരോ വിശ്വാസികളും വാസ്തവത്തിലൊന്ന് ചിന്തിക്കേണ്ടതാണ്: ദൈവം എന്നെ എന്തിനായി സൃഷ്ടിച്ചു? മാതാപിതാക്കന്മാരുടെ മകനായി മകളായി ഞാൻ ജനിച്ച സത്യമാണ്, പക്ഷേ എനിക്ക് ജീവൻ തന്നത് ദൈവമാണ്. ജീവൻ്റെ ഉടയവൻ ദൈവമാണ്. മനുഷ്യനെ ഉദ്ധരിക്കുവാനായിട്ടാണ് കർത്താവ് യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് പിതാവിൻ്റെ വലഭാഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നിങ്ങളാരും മറന്നുപോകരുത്. മനുഷ്യനെ ഉദ്ധരിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് സകലം നിവർത്തിച്ചു. അത് കർത്താവ് തൻ്റെ മരണസമയത്ത് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു: എല്ലാം നിവർത്തിയായി.
എല്ലാം കർത്താവ് നിവർത്തീകരിച്ചിട്ടാണ് പോയത്, നിവൃത്തിയാക്കിയിട്ടാണ് പോയത്. മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുവാൻ വേണ്ടതെല്ലാം, പാപിയായ മനുഷ്യനെ വിശദീകരിക്കുവാൻ വേണ്ടതെല്ലാം ദൈവം നിവർത്തിച്ചിട്ടാണ് പോയത്. ഈ സത്യം നിങ്ങളാരും മറക്കരുത്. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ തേജസ്സിലും സൃഷ്ടിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലുള്ള സകലത്തെയും പോരാ, ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള സകലത്തെയും അടക്കി വാഴുവാനുള്ള അധികാരം ദൈവം കൊടുത്തു മനുഷ്യന്. അതാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ദൈവിക തേജസ് മാത്രമല്ല, ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള സകലത്തിൻ്റെ മേലുമുള്ള ബഹുമാനം മനുഷ്യന് കൊടുത്തു. എന്താണ് ആ ബഹുമാനം എന്ന് പറയുന്നത്? മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപമാണ്, സാദൃശ്യമാണ്, ദൈവത്തിൻ്റെ തേജസ്സാണ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ വളരെ കുഞ്ഞു പ്രായത്തിൽ ഒരിക്കൽ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, മോനെ, നമ്മുടെ വീടിൻ്റെ വാർക്കിൽ കൂടെ മഹാത്മാഗാന്ധി പോകുന്നു, നിനക്ക് കാണണ്ടേ? ഞാൻ ചോദിച്ചു, ആരാണ് ഈ മഹാത്മാഗാന്ധി? അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്, വലിയ മഹാനാണ്, നീ എന്നോട് വാ, ഞാൻ കാണിക്കാം. ഞാൻ ഒരു നിക്കറിട്ട് ഇട്ടിരിക്കുന്ന എന്നെയും കൂട്ടിക്കൊണ്ട് എൻ്റെ പിതാവ് ആ റോഡ് സൈഡിൽ പോയി നിന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. വെളുപ്പിനെ ഒരു 5 മണിയോളം വായിക്കാണോ സമയം. അപ്പോൾ ഇതാ മഹാത്മാഗാന്ധി വരുന്നു, ഒരു വെളുത്ത മുണ്ടുടുത്ത്, ഒരു വെളുത്ത തോർത്ത് തോളിലിട്ട്, ഒരു മെതിയടിയൊക്കെ ഇട്ട്, കയ്യിൽ ഒരു വടിയൊക്കെ പിടിച്ചിങ്ങനെ നടന്നു പോവുകയാണ്. അദ്ദേഹം അടുത്ത് വന്നപ്പോൾ എൻ്റെ പിതാവ് അദ്ദേഹത്തെ നോക്കി കൈകൾ കൂപ്പി, ഞാനും അദ്ദേഹത്തിന് നേരെ കൈകൾ കൂപ്പി. അദ്ദേഹം പുഞ്ചിരിയോടെ എന്നെ ഒന്ന് നോക്കിയിട്ട് എൻ്റെ നേരെ അദ്ദേഹം കൈകൾ കൂപ്പി. അദ്ദേഹം മുന്നോട്ട് കടന്നുപോയി. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചു, ഞാനാരാണ്? ഞാനൊരു നിസ്സാരനായ ഒരു കൊച്ചു പയ്യനല്ലേ? ഞാൻ അദ്ദേഹത്തിന് നേരെ കൈകൂപ്പിയത് ശരിയാണ്, എന്നാൽ അദ്ദേഹം ഇത്ര മഹാനായ അദ്ദേഹം എന്തിനാണ് എൻ്റെ നേരെ കൈ നീട്ടിയത്? ഉടനെ എൻ്റെ പിതാവിനോട് പറഞ്ഞു തന്നു, മോനെ, മനുഷ്യർ അന്യോന്യം കൈകൾ കൂപ്പും, മാനിക്കും. ആരെയാണ് മാനിക്കുന്നത് നിനക്കറിയാമോ? ആ വ്യക്തിയെയല്ല, ആ വ്യക്തിയിൽ വസിക്കുന്ന ദൈവത്തെയാണ് അവർ മാനിക്കുന്നത്. ഓരോ വ്യക്തിയിലും ഇരിക്കുന്നതായ ദൈവത്തെയാണ് അവർ വണങ്ങുന്നത്. അതൊരു വലിയ ഗുണപാഠമായി എനിക്ക് തോന്നി. അതുതന്നെയാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ആരെയും തുച്ഛീകരിക്കരുത്, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി എണ്ണണം. സ്തോത്രം. നാം ആരാണ് പ്രിയപ്പെട്ടവരെ? ദൈവത്തെക്കാൾ ദൈവം മനുഷ്യരെ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എന്താണ് ആ താഴ്ത്തി എന്ന് പറയുന്നത്? ദൈവത്തെ പോലെ തന്നെ സൃഷ്ടിച്ചവനായ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ തേജസ്സിലും സൃഷ്ടിക്കപ്പെട്ടവനായ മനുഷ്യൻ, അവനെ ദൈവം താഴ്ത്തി എന്ന് പറയുന്നത് എന്തിനാണ്? അവൻ്റെ നിലനിൽപ്പിന്, മൺമയനായ മനുഷ്യൻ്റെ, ബലഹീനനായ മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ വാസത്തിലെ നിലനിൽപ്പിന് അവൻ ദൈവത്തിൽ ആശ്രയിച്ചേ മതിയാകൂ. സൃഷ്ടാവായ ദൈവത്തിനതറിയാം. അതുകൊണ്ട് തന്നെയാണ് ദൈവനോട് പറഞ്ഞത്, ഈ തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. പ്രിയപ്പെട്ടവർ, ആ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം തിന്നതുകൊണ്ടല്ല ആദാം ആത്മാവിൽ മരിച്ചത്, ദൈവവചനം ലംഘിച്ചതാണ് എന്ന് മർമ്മം. ഈ സത്യം നിങ്ങൾ ഓരോരുത്തരും ഗ്രഹിക്കണം. അവന് ദൈവത്തിൽ ആശ്രയിക്കാമായിരുന്നു. ആദാം ഇല്ലാത്ത സമയത്ത് ആദാമിൻ്റെ അടുക്കിലേക്ക് വന്ന ആ സ്ത്രീയോട് സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ ബുദ്ധിപൂർവ്വം ഇടപെടുകയാണ്. അവളെ വഞ്ചിക്കാൻ നോക്കുകയാണ്. എന്നാൽ അവൾക്ക് ഒരു കാര്യം നിശ്ചയിക്കാമായിരുന്നു, എന്നെ എൻ്റെ ഭർത്താവിന് ആദാമിന് തുണയായ ദൈവം സൃഷ്ടിച്ചതാണ്, അവനെപ്പോഴും സപ്പോർട്ട് കൊടുക്കേണ്ടവനാണ് ഞാൻ. ആദാമില്ലാത്ത നേരത്ത് സാത്താൻ വന്നപ്പോൾ, പാമ്പിൻ്റെ രൂപത്തിൽ നല്ല ബുദ്ധിയുള്ള ജീവിയായി അവൻ വന്നപ്പോൾ, അവൻ നല്ല സൗഹൃദ സംഭാഷണം നടത്തിയപ്പോൾ അതിനവൾ ചെവി കൊടുക്കരുതായിരുന്നു. അത് മനുഷ്യൻ്റെ ബലഹീനതയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക. ഈ ബലഹീനത ദൈവത്തിനും അറിയാം, മനുഷ്യൻ്റെ ബലഹീനത ദൈവത്തിനറിയാം. അതുകൊണ്ട് അവരെപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുതേ എന്ന് ദൈവം പറഞ്ഞത്. അവന് ശോധനകൾ വരും, ഈ ഭൂമിയിലെ ജീവിതത്തിൽ അവന് ശോധനകൾ വരും. കാരണം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് 5.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഈ മാലാഖയെ ദൈവം അഹങ്കാരം കൊണ്ട് സാത്താനാക്കി മാറ്റിയതാണ്. അവരെ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞതാണ്. മറക്കരുത്, ദൈവത്തിൻ്റെ
സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നിറച്ച് ശരീരം മുഴുവനും പൊന്നുകൊണ്ട് നിർമ്മിച്ചവനായ ആ മാലാഖയെ ദൈവം സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞുവെങ്കിൽ സഹോദര, ദൈവത്തിനെ ലംഘിച്ചാൽ നിനക്കും നഷ്ടപ്പെട്ടു പോകും, വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും, ദൈവത്തിൻ്റെ സ്വരൂപം നഷ്ടപ്പെട്ടു പോകും, ദൈവത്തിൻ്റെ സാദൃശ്യം നഷ്ടപ്പെട്ടു പോകും, ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന് ഉരിഞ്ഞു പോകും. അത് വളരെ വ്യക്തമായി നാം ഇവിടെ കാണുന്നുണ്ട്. സാത്താൻ ദുരാലോചന കൊടുത്തപ്പോൾ, ദൈവിക വചനത്തിനെതിരായ വചനം കൊടുത്തപ്പോൾ അവിടെ അതിന് ചെവി കൊടുത്തു പോയി ഈ സ്ത്രീ. അവൾക്ക് പറയാമായിരുന്നു, എനിക്ക് തുണയായി തന്ന ആറാം ഉള്ളപ്പോൾ സംസാരിക്കാം, ഇപ്പോൾ എന്നോട് മിണ്ടണ്ട. അവൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, പറഞ്ഞൊഴിയാമായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയും, പാപത്തോട് പോരാടുന്നതിൽ ഓരോ വിശ്വാസിയും പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. അങ്ങനെ എതിർത്ത് നിന്നവരുണ്ട്. ആത്മാവിൻ്റെ ശക്തിയാൽ പാപത്തോട് എതിർത്ത് നിന്ന വേദപുസ്തകത്തിലുണ്ട്. ദാനിയേൽ എതിർത്ത് നിന്നു, ജോസഫ് എതിർത്ത് നിന്നു. ജോസഫിൻ്റെ 17-ാമത്തെ വയസ്സിൽ പൊട്ടിത്തെറിക്കുന്ന പ്രായത്തിൽ, ഏതാണ്ട് അതേ പ്രായത്തിലാണ് ദാനിയേലും പരീക്ഷയെ നേരിട്ടത്. അവരൊക്കെയും പരീക്ഷയെ ജയിച്ചു. പരീക്ഷയെ ജയിക്കാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരുന്നത്. പരിശുദ്ധ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട പുരോഹിതൻ്റെ അഭിസംബോധന കേൾക്കാം. മാമോദിസയുടെ റോസ്മായാൽ മുദ്ര കുത്തപ്പെട്ടവരും ജയകരമായ ശ്രീഭായാൽ രക്ഷിക്കപ്പെട്ടവരുമേ ദൈവജനമേ, പാപികളായി ജനിച്ച നമ്മെ ഓരോരുത്തരെയും മാമോദിസ തൊട്ടിയിൽ വെച്ച സ്നാന സമയത്ത് സ്നേഹവാനായ ദൈവം, സർവശക്തനായ ദൈവം, സൃഷ്ടാവായ ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിത്തന്ന് പാപം ചെയ്യാതിരിക്കാനുള്ള അവസ്ഥ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അയച്ചു തന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമുക്ക് തന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതം ഏറ്റെടുത്തതാണ്. ഒരു പാപത്തിൽ വീഴാതെ മനുഷ്യനെ കാക്കുന്നത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. ഈ ഭൂമിയിൽ ഞാൻ പാപം കൂടാതെ ജീവിക്കുന്നു എന്നൊരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ പരിശുദ്ധാത്മാവിൽ ചാരി നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് അവനെ നടത്തുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് അവനെ നേർപാതയിൽ നടത്തുന്നു. അത് ഓരോ വിശ്വാസിക്കുമുള്ളതായ ദൈവിക പദവിയാണ്. പ്രിയപ്പെട്ടവർ, അത് തന്നെയാണ് സങ്കീർത്തനക്കാരനായ ദാവീദും പറയുന്നത്. എൻ്റെ ദൈവമേ, നീ മനുഷ്യനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ തലമുറയിൽ പാപം കൂടാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. എന്തിനാണ് പാപം കൂടാതെ ജീവിക്കണമെന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവർ, ഈ മർമ്മം തിരിച്ചറിയാറ് ഇന്ന് ആത്മാവിൽ മരിച്ച് പാപത്തിൽ മുഴുകി ലോകത്തിലേക്ക് നോക്കി ജഡിക ഇമ്പങ്ങളിൽ മുഴുകി ജീവിക്കുന്ന വലിയൊരു സമൂഹത്തെ നമുക്ക് കാണാം. ഞാൻ അവരെയും കുറ്റപ്പെടുത്തുന്നില്ല, കുറ്റം എൻ്റേതും കൂടെയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തെ കണ്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ ജനം, മിസ്രയീമിൽ നിന്ന് സ്നേഹവാനായ ദൈവം, സർവശക്തനായ ദൈവം അവരെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചവരെ നടത്തിയ ജനം, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും തങ്ങളോട് കൂടെ ഇരുന്ന് തങ്ങളെ വഴി നടത്തത് കണ്ടവരായ ജനം, ആ ജനം മത്സരികളായി മാറി. ആ ജനം ജഡീക ഇമ്പങ്ങളിലേക്ക് തിരിഞ്ഞു. ആ ജനം പാപത്തിലേക്ക് വീണുപോയി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ്? അവരോട് കൂടെയുള്ള ദൈവത്തെ അവർ മറന്നുപോയി. അവർക്ക് ദൈവത്തിലുള്ള ആശ്രയം വിട്ടുപോയി. ഹൃദയത്തിലൊരു ചിന്ത വരുമ്പോൾ, ഈ മരുഭൂമിയിൽ ഞങ്ങൾ എന്ത് കഴിക്കും, ഞങ്ങൾ എന്ത് കുടിക്കും എന്നൊരു ചിന്ത ഹൃദയത്തിൽ വരുമ്പോൾ അവൻ ജഡീക മനുഷ്യനായി മാറിക്കഴിഞ്ഞു. ആ ചിന്ത അവൻ വന്നപ്പോൾ തന്നെ ആത്മാവിൽ അവൻ മരിച്ചു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ മർമ്മം വേദപുസ്തകമെല്ലാം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യാക്കോബ് ലേഖനത്തിൽ കാണാം, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മൂടുത്തിട്ട് മരണത്തെ പുറത്ത്. ആ മരണം ഏതാണ്? ആത്മാവിൻ്റെ മരണമാണ്. അത് സംഭവിക്കാതിരിക്കാനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേലാക്കി തരുന്നത്. ഈ ആത്മാവിനെ നിങ്ങൾ മാനിച്ചു. പ്രിയപ്പെട്ടവർ, ഈ തലമുറയിൽ 70 ഏറിയാൽ 80 വർഷം ആയുസ്സുള്ള മനുഷ്യ, ഇന്നൊതിക്കുകയും നാളെ വാടുകയും ചെയ്യുന്ന നിസ്സാരനായ മനുഷ്യ, നീ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിനോടുകൂടെയാണോ? നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണോ? നീ പോകുന്നിടത്തെല്ലാം ദൈവം നിന്നോടുകൂടെ ഉണ്ടോ? ആ ബോധ്യം എത്ര പേർക്കുണ്ട്? ഒരു വാക്ക് പറയുമ്പോൾ എൻ്റെ ദൈവം അതിൽ സന്തോഷിച്ചോ? ഹൃദയത്തിൽ വരുന്ന ഭാവവ്യത്യാസങ്ങൾ, ആത്മാവിന് വരുന്നതായ ആ വ്യതിചലനങ്ങൾ നിങ്ങൾ തിരിച്ചറിയാറുണ്ടോ? അത് തിരിച്ചറിയേണ്ടവനാണ് ക്രിസ്ത്യാനി. ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ തേജസ്സും നഷ്ടപ്പെടുത്താറ് ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവനാണ് ക്രിസ്ത്യാനി. ഓരോ വിശ്വാസിയും. പ്രിയപ്പെട്ടവർ, ആ പെസഹ കുഞ്ഞാടിൻ്റെ ആ മാംസം ഭക്ഷിച്ച്
മിസ്രൈമിലെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും മരുഭൂമിയിലൂടെ നടക്കുന്ന ഇസ്രായേൽ ജനം, അവർക്കൊരു നേരം പോലും ഭക്ഷിക്കാൻ ആഹാരം കരുതാൻ ദൈവം പറഞ്ഞില്ല. അവരെ നടത്താൻ മോശ അവരോട് പറഞ്ഞില്ല. ഒരു നേരത്തെ ആഹാരം പോലും അവർ കരുതിയില്ല. ഒരു തുള്ളി വെള്ളം പോലും അവർ കരുതിയില്ല. ആ മരുഭൂമിയിൽ അവരെങ്ങനെ ജീവിക്കും? അത് ബുദ്ധിയുടെ പ്രമാണമല്ല. ആത്മീക വഴി ബുദ്ധിയുടെ പ്രമാണമല്ല. നിന്റെ ബുദ്ധി എന്ന് നീ താഴെ വയ്ക്കുന്നോ, എന്ന് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തുന്നുവോ, നിന്റെ ഹൃദയം ദൈവത്തിനായി നീ തുറന്നു കൊടുക്കുന്നുവോ, അവിടെയാണ് ദൈവം നിന്നെ ഏറ്റെടുക്കുന്നത്, ദൈവത്തിൻ്റെ സർവകാര്യങ്ങളും ഏറ്റെടുക്കുന്നത്. എന്നാൽ ആ ജനം, ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം, സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടും അവർ മരുഭൂമിയിലൂടെ ഓരോ ദിവസവും പ്രഭാതത്തിൽ തങ്ങളുടെ പാളയത്തിന് ചുറ്റും വീണ് കിടക്കുന്ന മന്ന തിന്നുകൊണ്ട് ജീവിച്ചപ്പോഴും അവർ ദൈവത്തെ മറന്നുപോയി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജനം എന്ത് പറഞ്ഞു? അവർ പറഞ്ഞു, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുപോകുന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു ഞങ്ങൾ അറിയുന്നില്ല. മോശയെ അറിയോ സീനായി പർവ്വതത്തിന് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തിനെന്നറിയാമോ? ആ ജനത്തെ പ്രമാണങ്ങൾ പഠിപ്പിക്കാൻ, അവരെ നിയമങ്ങൾ പഠിപ്പിക്കാൻ, അവർക്കൊരു ചട്ടക്കൂട് കൊടുക്കുവാൻ. ആ ചട്ടക്കൂടിനുള്ളിൽ അവർ നിൽക്കണം. വെളിയിലേക്ക് പോയാൽ ആത്മാവിൽ മരിക്കും. വ്യക്തമായി ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് സീനായി പർവ്വതത്തിന് മുകളിലേക്ക് ദൈവം മോശയെ വിളിച്ചു. മോശയ്ക്ക് ജനമനുസരിക്കുന്നുള്ളതായ വചനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജനം എന്താണ് പറഞ്ഞത്? മോശയ്ക്ക് ശേഷം പിന്നീടുള്ളതായ അഹറോനെ വിളിച്ചിട്ട് ജനം പറയുകയാണ്, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന് ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ജനത്തിൻ്റെ കണ്ണ് ദൈവത്തിങ്കലല്ല, ജനത്തിൻ്റെ കണ്ണ് മോശയിലേക്ക് പോയി. മോശ വരെ നടത്തിയ നേരാവാണ്, സത്യമാണ്, ദൈവം തിരഞ്ഞെടുത്തത് തന്നെയാണ്. പക്ഷേ വിടുവിക്കുന്നത് ദൈവമാണ്, അവരെ നടത്തുന്നത് ദൈവമാണ്, അവരെ സംരക്ഷിക്കുന്നത് ദൈവമാണ്, അവർക്ക് മരുഭൂമിയിൽ മന്ന കൊടുത്തത് ദൈവമാണ്. അവരുടെ ചെരുപ്പ് പഴകിപ്പോകാറ്, അവരുടെ വസ്ത്രം കീറിപ്പോകാറ്, അവരെ ഓരോ ദിവസവും കാത്തത് ദൈവമാണ്. ആ ദൈവത്തെ മറന്നുപോയ ജനം, പ്രിയപ്പെട്ടവർ, ഇന്നത്തെ തലമുറയിലേക്ക് നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങൾ നോക്കൂ. ഈ ദൈവത്തെ നിങ്ങൾ മറന്നുവോ? ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? ശാന്തമായി നോക്കി ചിന്തിക്കാം. നമുക്ക് തിരുത്താനുണ്ടോ? തിരുത്താനുള്ള അവസരമാണിത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുവാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന സമയമാണിപ്പോൾ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ തന്നെ കൊടുക്കാമോ? താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാമോ? സംഘത്തനക്കാരനായ ദാവീദ് പാപത്തിൽ വീണുപോയ മനുഷ്യൻ തന്നെയാണ്. എന്നാൽ അതേ ദാവീദാണ് പറയുന്നത്, ദൈവമേ, നീ ഞങ്ങളെ സൃഷ്ടിച്ചപ്പോൾ നീ ഞങ്ങൾക്ക് തേജസ്സും ബഹുമാനവും തന്നല്ലോ, സ്തോത്രം. എല്ലാം തന്നവനായ ദൈവം. അതുതന്നെയാണ് പത്രോസ് പറയും. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അവന് തേജസ് കൊടുത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യർക്ക് വേണ്ടി മരിച്ചു, മനുഷ്യരുടെ പാപത്തിന് വേണ്ടി മരിച്ചു. പാപമില്ലാത്ത കർത്താവ്, പാപം തൊടാത്ത കർത്താവ്, പിതാവാരിവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പിതാവിൻ്റെ പ്രമോദമായ പുത്രൻ, ആ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെയും നിങ്ങളുടെയും മരണം മാറ്റാനാണ്, എൻ്റെയും നിങ്ങൾക്കും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നരകം മാറ്റാനാണ്. നാം ആരും നരകത്തിൽ പോകാതിരിക്കാനാണ്, ഈ ഭൂമിയിലെ വാസത്തിൽ നിന്ന് നശിച്ചു പോകാതിരിക്കാനാണ്, ആത്മാവിൽ നാം ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവൻ ശാപമാക്കപ്പെട്ടു, അവൻ പാപമാക്കപ്പെട്ടു, അവൻ കുരിശിന്മേൽ ആരോരുമില്ലാത്തവനെ പോലെ കിടന്നു, അനാഥനായി കിടന്നു, നഗ്നനായി കിടന്നു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ കിടന്നു, 2 കള്ളന്മാരുടെ മധ്യത്തിൽ അവൻ കിടന്നു, ഏടിയുടെയും ബീസിയുടെയും മധ്യത്തിൽ അവൻ കിടന്നു. എന്തുകൊണ്ട് സൃഷ്ടാവായ ദൈവം എന്തിന് ക്രൂശന്മേൽ നഗ്നനായി കിടന്നു? 3 മണിക്കൂർ അവൻ ജീവനോടെ കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു. അതിനുശേഷം വീണ്ടും 3 മണിക്കൂർ യേശു ക്രൂശന്മേൽ കിടന്നു. എന്തിനെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പാപിയായി എൻ്റെ പാപം വഹിച്ചുകൊണ്ട് അവൻ പാപമാക്കപ്പെട്ടു, പാപിയായി എൻ്റെ ശാപങ്ങൾ വഹിച്ചുകൊണ്ട് അവൻ ശാപമാക്കപ്പെട്ടു. അവൻ പാപമാക്കപ്പെട്ടതിനാൽ, അവൻ ശാപമാക്കപ്പെട്ടതിനാൽ, അവൻ എനിക്ക് പകരമായി ക്രൂശിക്കപ്പെട്ടതിനാൽ എൻ്റെ മരണം മാറി, എൻ്റെ നരകം മാറി, നിത്യ നരകം മാറി. ഇതെങ്ങനെ ഞാൻ സ്വന്തമാക്കും? വെറും വിശ്വാസത്താൽ. എനിക്ക് പാരമ്പര്യമില്ല, എനിക്ക് സ്വത്തില്ല, എനിക്ക് ഉദ്യോഗമില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല എന്നൊന്നും നീ പറയണ്ട, എനിക്കാരുമില്ലാത്ത അനാഥനാണെന്ന് നീ പറയണ്ട. വെറും വിശ്വാസത്താൽ ഈ സൗജന്യതാണ് നിനക്ക് സ്വന്തമാക്കാം. എന്താണ് തെളിവ്?
ഞാൻ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചിട്ട് ഞാൻ പുനരുദ്ധാനം പ്രാപിക്കുമോ? ഞാൻ ഉയർത്തെഴുന്നേൽക്കുമോ? ഞാൻ രൂപാന്തരപ്പെടുമോ? എന്താണ് ഉറപ്പ്? അതാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. മരിച്ചവരിൽ ആദ്യജാതനായി അവൻ ഉയർത്തു. അതാണ് 1 പത്രോസ് 1:21 നാം വായിച്ചത്. ദൈവമനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, ദൈവമന് തേജസ് കൊടുത്തിരിക്കുന്നു എന്നാണ് അങ്ങനെ എടുത്തു പറഞ്ഞത് അപ്പോസ്തലനായ പത്രോസ്. എന്താണ് അങ്ങനെ എടുത്തു പറയാൻ കാരണം? അവൻ ക്രൂശന്മേൽ നിന്ദിതനായി കിടന്നു, അവൻ്റെ മുഖത്ത് തുപ്പലുണ്ടായിരുന്നു. എല്ലാവരും അവനെ നോക്കിക്കൊണ്ട് അവൻ്റെ പരാജയമാണെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പോലും അത് പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവർ? അവനൊരു രാജാവായി വാഴും, റോമൻ ഗവൺമെൻറ്റിനെതിരായിട്ട് അവൻ്റെ രാജ്യം സ്ഥാപിക്കും. അന്ന് അവൻ രാജാവായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മന്ത്രിമാരായി ചുറ്റുമിരിക്കാമെന്നുള്ളവർ പ്രതീക്ഷിച്ചവരില്ലേ? കൂടെ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവർ. അതാണ് വീണ്ടെടുപ്പെന്നല്ലേ അവർ ധരിച്ചത്. ഈ ലോകത്തിലേക്കല്ലേ ഇവിടെ കണ്ണുകൾ പോയത്. അവർ സ്വർഗീയ ഭവനത്തെക്കുറിച്ച് ചിന്തിച്ചോ പ്രിയപ്പെട്ടവർ? സ്തോത്രം. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, അവന് ദൈവം മുഖത്തെ തുപ്പലെ മാറ്റി, നിന്ന മാറ്റി, ആർക്കും വേണ്ടാത്തവനെ പോലെ അനാഥനെ പോലെ ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കയ്പുകാർ രുചി നോക്കി. പ്രിയപ്പെട്ടവരെ സഹായിക്കാൻ ആരുമില്ലാതെ സ്വന്തം തോളിൽ തലചായ്ച്ച് മരിച്ചു കിടന്നവൻ. സ്തോത്രം. അവൻ വിരുവനായിരുന്നു, അവൻ നിന്ദിതനായിരുന്നു, അവൻ രോഗം ശീലിച്ചവനായിരുന്നു, അവനെ എല്ലാവരും തേച്ചു കളഞ്ഞിരുന്നു. സ്തോത്രം. അവൻ്റെ മുഖം അവൻ്റെ മുഖത്ത് നിന്ന് രോമങ്ങൾ പിഴുതെറിഞ്ഞിരുന്നു, അവൻ്റെ പുറം ഉഴവുചാല് പോലെ കീറിയിരുന്നു, അവൻ ആർക്കും വേണ്ടാത്തവനെ പോലെ കിടന്നിരുന്നു. എന്നാൽ അവനെ പിതാവാരെയും ഉയർപ്പിച്ചപ്പോൾ അവന് വീണ്ടും തേജസ് കൊടുത്തു. എന്തിനെന്നറിയാമോ? അവന് തേജസ് കൊടുത്തു എന്തെന്നറിയാമോ? നമുക്ക് വായിക്കാം. അവന് ദൈവം തേജസ് കൊടുത്തു. അവനെ ദൈവം മരിച്ചവരിൽ ആദ്യജാതനായി ഉയർപ്പിച്ചു. അവന് ദൈവം വീണ്ടും തേജസ് കൊടുത്തു. പ്രിയപ്പെട്ടവർ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷാനാളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാർ 3 പേരെ, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് താബോർ മലയിലേക്ക് കയറിപ്പോയി. മറുരൂപമലയിൽ. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിലുള്ള പങ്കെന്ത് എന്ന് വെളിവാക്കുവാൻ ആ യാഥാർത്ഥ്യത്തിൻ്റെ നിഴല് അന്ന് താബോർ മലയിൽ കാണുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം തുടങ്ങുമ്പോൾ ആ സംഭവം ഒരുക്കുന്നുണ്ട്. അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു, അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. എന്താണ് നാം വായിച്ചു കേട്ടത്? ദൈവമായിരുന്ന പുത്രനായ ദൈവം അവൻ ഈ ഭൂമിയിലേക്ക് വന്ന മനുഷ്യരുടെ ഇടയിൽ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരോടുകൂടെ ജീവിച്ചപ്പോൾ അവൻ തന്നെ മനുഷ്യനാക്കി താഴ്ത്തി ദാസരൂപമെടുത്തു. നാം വേറെ സ്ഥലം വ്യക്തമായി വായിക്കുന്നുണ്ട്. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ അവൻ എങ്ങനെയാണ് കാണാൻ പോകുന്നത്? അവൻ്റെ സാക്ഷാൽ രൂപം എന്താണ്? ഇന്ന് ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്ന എൻ്റെയും നിങ്ങളുടെയും സ്ഥിതി എന്തായി തീരും? അതിൻ്റെ നിഴലാണ് താബോർ മലയിൽ നാം കാണുന്നത്. നാം അവിടെ വായിച്ചു കേട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങളിൽ കാണാം. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ അവിടെ കർത്താവിനെ നാം സാക്ഷാൽ രൂപത്തിൽ കാണുന്നുണ്ട്. അന്ന് കാണുന്നത് പോലെ തന്നെ അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. പ്രിയപ്പെട്ടവർ, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാണ്, വിശുദ്ധനാണ്. സഹോദരാ, നീ എവിടെ എത്തുമോ? ക്രിസ്തുവിൻ്റെ അതേ തേജസ് പ്രാപിച്ചവനായി, അതേ വെണ്മയുള്ളവനായി നീ അവനോടുകൂടെ നിൽക്കും, സ്വർഗത്തിലിരിക്കും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഞാൻ ചിന്തിച്ചു, ദൈവത്തോടുകൂടെ വസിക്കുന്ന മനുഷ്യൻ എന്താണ് കണ്ണുനീര്? എന്തിനാണ് അവൻ കണ്ണുനീര്? അവന് അതിൻ്റെ ഉത്തരം എന്താണെന്നറിയാമോ? നന്ദിയുടെ കണ്ണുനീര്. അർഹതയില്ലാത്ത പദവികൾ ഞങ്ങൾക്ക് തന്നല്ലോ എന്നുള്ള നന്ദിയുടെ കണ്ണുനീര്. ആ കണ്ണുനീര് കർത്താവ് തുടച്ചു കൊടുക്കും. താനിരിക്കുന്ന അതേ സിംഹാസനത്തിൽ മണവാട്ടി സഭയെ നിന്നെ ഇരുത്തും. നാം ഇങ്ങനെ ജീവിച്ചാൽ മതിയോ പ്രിയപ്പെട്ടവർ? നമുക്ക് തിരുത്താനില്ല. നമുക്കിപ്പോൾ ദൈവത്തോട് ചേരണ്ടേ? നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും. 1 കൊരിന്ത്യർ 15-20. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ഞാൻ നിങ്ങളും പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരായി എഴുന്നേൽക്കുന്നുള്ളൊരു തെളിവെന്താണ്?
അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. എങ്കിൽ പ്രിയപ്പെട്ടവര്, ഞാൻ നിങ്ങൾ ഉയർക്കും. സ്തോത്രം. പുനരുത്ഥാനത്തിന് യോഗ്യമായ രീതിയിൽ നാം ജീവിച്ചാൽ, ഈ തലമുറ നാം വിശുദ്ധിയോടെ ജീവിച്ചാൽ, സ്തോത്രം, ഞാൻ അവിടേക്ക് മടങ്ങി വരികയാണ്. വിശുദ്ധിയില്ലാത്ത മനുഷ്യൻ, നീതിയില്ലാത്ത മനുഷ്യൻ, നന്മയില്ലാത്ത മനുഷ്യൻ, ദൈവദേശം നഷ്ടപ്പെടുത്തിയവനായ മനുഷ്യൻ, പാപത്തിൽ മുഴുകിപ്പോയവനായ മനുഷ്യൻ എങ്ങനെ ഉയർക്കും? എങ്ങനെ പുനരുദ്ധാനം പ്രാപിക്കും? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനാണ് സ്നേഹവാനായ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാരുടെ ഒരിക്കൽ നിന്ന് ബേഥാനിലെ മലയിൽ നിന്ന് മുകളിലേക്ക് കയറി പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേലെ അയക്കും. അവൻ വന്ന് സത്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുത്തും. പാപബോധം തരുന്ന പരിശുദ്ധാത്മാവ്, ആശ്രയിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവജനം അനുസരിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും നമ്മെ അഭ്യസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. വാസ്തവത്തിൽ ആ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. കർത്താവായ യേശു ക്രൂശിന്മേലെ 6 മണിക്കൂർ കിടന്നു. 3 മണിക്കൂർ ജീവനോടെയും 3 മണിക്കൂർ മരിച്ചും ക്രൂശിന്മേൽ കിടന്നു. എന്നാൽ യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവ് ഒരായുസ് മുഴുവനും അവൻ്റെ ഹൃദയത്തിൽ ക്രൂശിന്മേൽ ഭയാനകരമായ അവൻ്റെ അവസ്ഥയിൽ നിന്ന്, അവൻ്റെ ഭീകരാവസ്ഥയിൽ നിന്ന്, അവൻ്റെ പ്രാകൃത അവസ്ഥയിൽ നിന്ന്, അവൻ്റെ ജഡീക അവസ്ഥയിൽ നിന്ന് അവനെ വിടുവിച്ച് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാക്കുവാൻ അധ്വാനിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ മാനിക്കുന്നുണ്ടോ? ആ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മെ തന്നെ കർത്തൃകരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, സ്വർഗം തുറന്നിരിക്കുന്ന ഈ സമയം, നീ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം, ഞങ്ങൾ ഒന്നാമത്തെ പുനരുദ്ധാനത്തിന് യോഗ്യരാക്കുവാൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം, ഞങ്ങൾ ഒരു വ്യവസ്ഥയും കൂടാതെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് സൃഷ്ടിച്ച പ്രകാരം ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ ഞങ്ങൾ തൃപ്പാത്തികളിലേക്ക് താഴ്ത്തി തരുന്നു. യേശുവേ, അവിടുത്തെ മുറിവേറ്റ കരങ്ങൾ ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ശത്രുവിൻ്റെ സകല അവകാശത്തെ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ നിന്റെ സ്വന്തമാക്കി തീർക്കണമേ. നിന്റെ പ്രിയമക്കളാക്കി തീർക്കണമേ. മണവാട്ടി സഭയാക്കിയടി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഒന്നാമത്തെ പുനരുദ്ധാനത്തെ യോഗ്യരാക്കി തീർക്കണമേ. അനുഗ്രഹിക്കണമേ. എല്ലാവരെയും രണ്ടാമത്തെ വരവിനായി ഒരുക്കണമേ. മാനവും മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.